അധ്യായം 12 1 മുതൽ 20 വരെയുള്ള പെസഹ ആചരിക്കുക. കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹരോനോടും അരുളിച്ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുന്നു, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവരും ഓരോ ആട്ടിൻകുട്ടിയെ കരുതിവെക്കണം. ഒരു വീടിന് ഒരു ആട്ടിൻകുട്ടി വീതം. ഏതെങ്കിലും കുടുംബം ഒരാട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വലുതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽക്കുടുംബത്തെയും പങ്കുചേർക്കട്ടെ. ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ച് വേണം ഒരാടിന് വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കുക. കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് കൊടുക്കുക. എന്നാൽ അത് 1 വയസ്സുള്ളതും പൂനമറ്റതുമായ മുട്ടാട് ആയിരിക്കണം. ഈ മാസം 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ അവരുടെ ആട്ടിൻകുട്ടികളെ അവർ സന്ധ്യയ്ക്ക് കൊല്ലണം. അതിന്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൊണ്ടിരിക്കുന്ന വീടിന്റെ 2 കട്ടത്താലുകളും മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിന്റെ മാംസം തീയിൽ ചുട്ട് പൊട്ടില്ലാത്ത അപ്പവും കൈക്കുള്ള ഇലകളും കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം. ചുട്ടല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത്. അതിന് മുഴുവനും തലയും കാലും അമ്പാവും അടക്കം ചുട്ട് ഭക്ഷിക്കണം. പ്രഭാതമാകുമ്പോൾ അതിന് യാതൊന്നും അവശേഷിക്കരുത്. എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ഇരിപ്പിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. അരമുറുത്തി ചെരുപ്പുകൾ അണിഞ്ഞ് തീർത്ഥത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിന്റെ പെസഹയാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നുപോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദിജാതയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടുവൈകളുടെ രക്തം നിങ്ങളുടെ ആ വീട്ടിൽ താമസിക്കുന്നുവെന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. ആ ദിവസം നിങ്ങൾക്കൊരു സ്മരണ ദിനമായിരിക്കട്ടെ. ഇത് തലമുറ തോറും കർത്താവിന്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും. നിങ്ങൾ 7 ദിവസം കൊഴുപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുളിമാവ് നീക്കം ചെയ്യണം. 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും പുളിച്ച അപ്പം ഭക്ഷിച്ചാൽ അവൻ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. 1-ാം ദിവസവും 7-ാം ദിവസവും നിങ്ങളുടെ ഇഷ്ട സമ്മേളനം വിളിച്ചുകൂടണം. ആ ദിവസങ്ങളിൽ വേല ചെയ്യരുത്. എന്നാൽ ഭക്ഷിക്കാനുള്ളത് പാകം ചെയ്യും. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം. കാരണം ഈ ദിവസമാണ് ഞാൻ നിങ്ങളുടെ ദൈവങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾ തലമുറ തോറും ഈ ദിവസം ആചരിക്കണം. ഇത് എന്നേക്കുമുള്ള കൽപ്പനയാണ്. ആദ്യ മാസത്തിലെ 14-ാം ദിവസം സന്ധ്യ മുതൽ 21-ാം ദിവസം സന്ധ്യ വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. നിങ്ങളുടെ വീടുകളിൽ 7 ദിവസത്തേക്ക് പുളിമാവ് കാണരുത്. ആരെങ്കിലും പുളിപ്പുള്ള അപ്പം ഭക്ഷിച്ചാൽ അത് വിദേശിയോ സ്വദേശിയോ ആകട്ടെ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. പുളിച്ച യാതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം പുളിപ്പില്ലാത്ത അപ്പം മാത്രമേ ഭക്ഷിക്കാവൂ. Or that someone among you would shut the temple doors so that you would not take fire on my altar in vain. I have no pleasure in you, says the Lord of hosts, and I will not accept any offering from your hands. For from the rising of the sun to its setting, my name is great among all nations, and in every place incense is offered to my name, and a pure offering, for my name is great among the nations, says the Lord of hosts. But you profane it when you say to the Lord's table is polluted, and the food for it may be despised. What a weariness this is, you say, as you sniff at me, says the Lord of hosts. You bring what has been taken by violence, or is laid or sick, and this you bring as your offering. Shall I accept this from your hand, says the Lord?
Cursed be the one that cheats, who has a male and a flock, and vows to give it, and yet sacrifices to the Lord what has been blemished. For I am the great King, says the Lord of hosts, and my name is reverenced among all nations. Word of the Lord. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മസ്നേഹം സ്നേഹവും ശരണവും പ്രവീണതയും നിരന്തരം ഞങ്ങൾ അവയെ സ്നേഹിക്കുന്നതിന് അവയുടെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ ദൈവമേ. എൻ്റെ സഹോദരൻ 1 Corinthians 11:23-29 വരെ വാക്യങ്ങൾ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഫലമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കിടപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാപനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. പിതാക്കളെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല.
എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കുന്നു. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനഹൂമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. Dear Maria, Dear Maria, today it is a special day for you, isn't it? Yes. You may have many friends, but Jesus is a best friend. As you are a baby, while you receive the sacrament of baptism, as a practice of the church, you have received the sacrament of initiation, that is the sacrament of baptism, sacrament of confirmation, and the Holy Eucharist. Today, after a great preparation and prayer, you receive Jesus solemnly. And today, in a true heart, and He always desires to be with you always. And today is a day of immense joy and celebration. We gather here to witness and celebrate a significant milestone, the spiritual journey of Maria as she receives her Jesus solemnly into her heart. Today is the day you will receive Jesus in the form of bread and wine. This sacrament is one of the most profound gifts of our faith. Eucharist is not just a symbol, but the real presence of Jesus Christ. When you receive the Eucharist, you are receiving Jesus into your heart, your soul, and your lives. The Gospel of John, Jesus tells us, I am the bread of life. Whoever comes to me will never be hungry, and whoever believes in me will never be thirsty. This means that Jesus is a true nourishment for our souls. Just as we need food to sustain our bodies, we need Jesus to sustain our spirits. The Eucharist strengthens us, helps us to grow in holiness, and keeps us close to God. Jesus, the Eucharist strengthens us, it helps us to grow in holiness, and it makes you keep closer to God. Dear parents, you have a crucial role in nurturing the faith of your children. In the seed of faith you have planted in their hearts, have led them to this beautiful day. Continue to guide her, pray with her, and show her by your example how to live a life centered on Christ. Our praise and encouragement and example will help her to grow in her faith. Let us be the community that fosters a love for Eucharist and a deep relationship with Jesus. Dear Maria, as you receive Jesus in the Holy Eucharist, remember that this is the beginning of a lifelong relationship with Jesus Christ. He is your friend, your guide, and your Savior.
Talk to him in prayer. Listen to his ways in the Gospels. And receive him. He will always be with you. And together with Father Kyriakos and all those who are gathered here, wish you, dear Maria, all the blessings of this day. May God bless you. Now I invite Maria to come forward to lead the Loving Jesus, as I receive you for the first time in Holy Communion, fill my heart with faith and trust in your presence. Help me to always believe in your love for me and guide me to follow your path of righteousness. May your Holy Spirit strengthen my faith each day. Lord, hear us. Lord, graciously hear us. Dear Eucharist, Lord, I pray for my family who supports and loves me. Bless my parents, siblings, and all my relatives, that they may feel your loving presence in their lives. Guide us to grow together in faith, hope, and love, and help us to always seek your grace and peace. Lord, hear us. Lord, graciously hear us. Jesus, my Savior, I bring my friends before you today. Bless them with your love and grace, and help us to be kind and supportive of one another. May we share the joy of knowing you and always encourage each other to live holy lives. Lord, hear us. Lord, graciously hear us. Heavenly Father, I pray for our St. Joseph Mission, our priests and all who serve your altar. Fill them with your wisdom and strength, and help them to lead us closer to you through the sacraments. May our mission be a place of peace, love, and spiritual growth. Lord, hear us. Lord, graciously hear us. Lord Jesus Christ, as I receive you in the Eucharist, I pray for peace and love in the world. Bless all children and families, especially those in need. Guide the leaders of nations to work for justice and harmony. Help us all to be instruments of your peace and to spread your love wherever we go. Lord, hear us. Lord, graciously hear us. Lord our God, we commend ourselves to you. ദൈവമായ കർത്താവേ, അങ്ങേയ്ക്ക് സമർപ്പിക്കുന്നു. ദൃശ്യവുമായ സകലത്തിൽ തന്നെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും ശുദ്ധിയോടും അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണം. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ചേർന്ന് ഞങ്ങളെ അകമായി നിലനിർത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ യോജിതപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. Let all who regard God come to the Son of God. Father, speak these words as you present to in the last room.
നിത്യമുരചനിക്കുവാന്മാരുടെയും മരണം ചൂടിയ സാക്ഷികളുടെയും സ്മരണം വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉദ്ധാനവഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോഴും എപ്പോഴും Let us stand with reverence and be attentive to the glorious mysteries being celebrated today. The praises and glory that peace may flourish through his intercession. Bow our heads, let us lift up our thoughts to heaven and pray fervently and devoutly in your hearts. Peace be with us. Amen.
And to
receive the Holy Communion and be sanctified by the Holy Spirit. Let us receive these sacred mysteries in peace and unity with one another. O Lord, may these sacred mysteries be for the resurrection of bodies and the salvation of our souls. Let us pray peace to you thus. വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിലെപ്പോഴും നിഷ്കളങ്കമായി വ്യാപിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് വിളിച്ചിട്ടുള്ളവർ അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ശക്തനായ സർവേശ്വരനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നുകൊണ്ട് സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനത്തോടെ Let us praise the living God.
പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളുടെ മോചനത്തിനായി അനുപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഇതാനത്തെ വിശ്വനമഹനീയമായ വ്യക്തിത്വത്തിന് സ്ത്രീ ബഹുമാനവും സ്തുതിയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ Bye.
to Our Lady of Mount Carmel, and in a special way, let us ask the intercession of Mother Mary, and we now, in the beginning, we may bless a scapular and a rosary, and after that, we will make a prayer to consecrate Maria to the Our Lady of Mount Carmel. ലോകരക്ഷകനായ സിഹായി മാതാപിതാക്കളുള്ള സ്നേഹം ഞങ്ങളിൽ വർദ്ധമാനമാകുവാൻ വേണ്ടി ഞങ്ങൾ ധരിക്കുന്ന ഈ ഒത്തിരി ആസ്വദിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥതയാൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും അങ്ങയുടെ പ്രസാദത്താൽ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യണമേ. Maria, I intend to say the prayer and I will repeat the prayer. Listen. O Mary, Pure Mother of Carmel, I come today to consecrate myself to you. For my whole life is but a small return for the many graces and blessings that have come from God to me through your hands. Since you do with special kindness and also wear your scapular, I implore you to strengthen my weakness with your power, to enlighten the darkness of my mind with your wisdom, and to increase in me faith, hope, and charity, that I may repay each day my debt of humble homage to you. May your scapular bring me your special protection in my daily struggles, to be faithful to your divine Son and to you. May it separate me from all that is sinful in life, and remind me constantly of my duty to imitate your excuse. From now on, I shall strive to live in God's presence and offer all to Jesus through you. Dearest Mother, support me by your never-failing love and lead me to the paradise, to the merits of Christ and your own intercession. Amen. Now, the blessed scapular and rosary we present to Maria. സഹോദരങ്ങളെ, വലിയ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ ഇങ്ങനെ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ദൈവം അനുഗ്രഹിച്ചത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇങ്ങനെയൊരു പ്രത്യേക ചടങ്ങ് ഉണ്ടായതുകൊണ്ടാണ് വരാനായിട്ട് സാധിച്ചത്. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. വന്നപ്പോൾ വരെ ഞാൻ പറയാനും വരുവാണെങ്കിലും വന്നപ്പോൾ വരെ ഒരു കുടുംബം പോലെയാണ് എല്ലാവരെയും കാണാനായിട്ട് സാധിച്ചത്. ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നാട്ടിലുള്ള എല്ലാവരും മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ ബന്ധങ്ങൾ കൂടുതൽ കുറയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് വരുമ്പോഴെല്ലാവരും ഒരേ നാട്ടുകാരെ ഒരുമിച്ച് കൂടി ഒന്ന് ചേർന്ന് വലിയൊരു കുടുംബമായിട്ട് തീർന്ന് പ്രാർത്ഥിച്ച് ഭക്ഷിച്ച് ഇങ്ങനെ ജോലികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു.
അത് വലിയ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ, നിങ്ങളുടെ വികാരിയച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ എനിക്ക് പരിചയമുള്ള അച്ഛനാണ്. ഒരേ നാട്ടുകാരാണ്. ഞാൻ ഒരു പള്ളിയിലിരിക്കുമ്പോൾ അതിന് തൊട്ടടുത്ത ഇടവകക്കാരനായിരുന്നു അച്ഛന്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പരിചയമുണ്ട്. അതുകൂടാതെ വളരായിലാണ് അച്ഛൻ പഠിച്ചത്, എൻ്റെ ജൂനിയറാണ്. അപ്പം അങ്ങനെ വലിയ ബന്ധത്തോടുകൂടി ഇവിടെ വന്നപ്പോൾ മുതൽ അച്ഛൻ വളരെ സ്നേഹത്തോടുകൂടി ഈ അതികുർബാന സ്വീകരണം നടത്തുന്ന അച്ഛൻ്റെ സഹോദരൻ്റെ അതികുർബാന സ്വീകരണം നടത്തുന്ന അതേ കാര്യക്ഷമമായി ആ വിഷയം മൊത്തം ഏറ്റെടുത്താണ് അച്ഛൻ നടത്തിയത്. പ്രത്യേകം ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ കുടുംബത്തിലുള്ള നന്ദി അറിയിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. കൂടുതൽ ഊർജത്തോടുകൂടി ഈ സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനായിട്ട് ഈ കൂട്ടായ്മ കൂട്ടായ്മയെ ധൈര്യത്തോടുകൂടി നയിക്കുവാനും ദൈവത്തിൽ എത്തിക്കുവാനായിട്ട് കൃപ ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം വളരെ ചുരുക്കി തീർത്തുള്ള നമ്മളുടെ വന്നപ്പം മുതൽ ഈ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആളുകൾ സ്വന്തം കുടുംബത്തിലേതുപോലെ ഓടി നടന്നാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പള്ളിയിലോട്ട് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഡെക്കറേഷൻസ് എത്രയോ ആഘോഷമാണ്. അതിന് മുന്നിലൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ച എത്രയോ ഉണ്ട്. എനിക്ക് പേരുകളെല്ലാം വിട്ടുപോയി. എൻ്റെ പേരൊക്കെ പിന്നെ ചേട്ടൻ പറഞ്ഞുപോയി. അപ്പം അതിങ്ങനെ ഇതിന് മുന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി പറയുന്ന ഡെക്കറേഷൻ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്, അതുപോലെ ഓരോ കാര്യങ്ങൾ ഓടി നടന്ന് ഫേസൊക്കെ കാണുന്നുണ്ട്. പക്ഷേ പേരുകൾ വിട്ടുപോയാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു, ദൈവത്തിന് സമർപ്പിക്കുന്നു. അതോടൊപ്പം പാട്ടുകാരെ മറക്കാൻ പറ്റത്തില്ല. വലിയൊരു ടീം വർക്കാണ് ഇവിടെ നടക്കുക. ഒരു പ്രൊഫഷണാലിറ്റിയാണ് പാട്ടിന്. അപ്പം നിങ്ങൾ ഈ നാട്ടിൽ വന്നാലും അത് ഒട്ടും കുറയാതെ ദൈവാരാധനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. അതുപോലെ ദേവാലയത്തിലേക്ക് വരുമ്പോൾ തന്നെ ഒരു വലിയ ആംബിയൻസാണ് നിങ്ങൾ ഇവിടെ ഞാൻ വരുമ്പോൾ മാത്രം കണ്ടതല്ല. എന്നാൽ ഇതായിരിക്കും ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ ശുശ്രൂഷകളായിട്ട് ഇവിടുത്തെ ഒക്കെ ആയിട്ട് ഓടിയെത്തിയിരിക്കുന്നത് വളരെ സൗകര്യത്തോടുകൂടി ഈ പള്ളിയിൽ ഏത് ജോലിയാണ് അങ്ങനെ ഏത് ശുശ്രൂഷയാണ് ദേവാലയ ശുശ്രൂഷയാണ് അങ്ങനെ ഏത് മേഖലകളും ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം ബന്ധത്തിൽ ഈ ആരാധനയെ നയിക്കുന്നു. അത് ഇതിനെപ്പോൾ തന്നെ പ്രധാനപ്പെട്ട റോളാണ് ഓരോരുത്തരും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളുടെ ഈ ശുശ്രൂഷ മനോഭാവം, ദൈവാരാധനയുടെ മനോഭാവം ദൈവത്തിലേക്ക് നിങ്ങളെ കൂടുതൽ നയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ വാട്ടർ ബോയ്സ് വളരെ മിടുക്കന്മാരാണ്. വാട്ടർ ബോയ്സ് ആയിട്ടുള്ള വളരെ ശുഷ്കാന്തികൾ കൂടി എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നു, റെഡി ചെയ്യുന്നതുപോലെ ഓരോ മേഖലകളിലും ഞാൻ ഇവിടെ ക്ലാസ് കഴിക്കുന്ന ഓർമ്മമാണ്. ഒരു ഞങ്ങളൊന്നിച്ച് പഠിച്ചവരാണ്. അങ്ങനെ നാട്ടിൽ നേതൃത്വമൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വലിയ വലിയ പങ്കെടുത്ത് ഈ ശുശ്രൂഷയുടെ ഓരോ കാര്യങ്ങൾ നമ്മുടേതാക്കി മാറ്റിക്കൊണ്ട് പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിനെ ദൈവം പറയുന്നു. മറ്റ് കൂടുതൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസ് കോളിലേക്ക് എത്തിക്കഴിയുമ്പോൾ പറയുന്നതാണ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സമർപ്പിച്ചുകൊണ്ട് പ്രിയ ഐസേട്ടൻ, ശിവസേച്ചി, തെരേസ, അൻവരിയ, പ്രിയ സുഹൃത്തുക്കളെ, many of you are very much blessed by the very presence of your uncle with us. Okay, so let us thank God that he is able to come here to be preside over this liturgy today, and it is in a special way. It was Toturi because പ്രത്യേകമായിട്ട് അതിനോട് ഓർക്കുകയാണ്. അച്ഛനെ ഏറെ കാലത്തെ പരിചയമുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അച്ഛനെ പോലെ ഒരു സഹോദരമായിട്ടുള്ളൊരു ബന്ധം എപ്പോഴും അച്ഛൻ കഥ സൂക്ഷിക്കുന്ന ഒരാളാണ്. ഇന്ന് ഈ ഒരു കുർബാനയുടെ മധ്യത്തിന് ക്ഷീണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അച്ഛന് കർത്താവിന്റെ കൃപ നൽകി ഈ ശുശ്രൂഷയെ ഭംഗിയായി ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരു മൈഗ്രൻ കമ്മീഷന്റെ ചെയർമാൻ കൂടിയാണ്. തീർച്ചയായിട്ടും അച്ഛൻ്റെ
എല്ലാ ശുശ്രൂഷകളിലും മാതാവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷിയുടെ ഈ ചെറുതുകളാണ് ട്രസ്റ്റിമാൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അച്ഛനെ വളർത്തുവാനായിട്ട് സഹായിക്കുന്ന ഒരു ചെറുതാണ് തീർച്ചയായിട്ടും എപ്പോഴും പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി മുന്നോട്ട് വരികയും എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്യുവാനായിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്. തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. ചേച്ചി എപ്പോഴും പള്ളിയിലെ ശുശ്രൂഷമായിട്ട് എപ്പോഴും നിൽക്കുന്നതാണ്. തെരേസ SMIന്റെ ഒരു അംഗമാണ്. എപ്പോഴും പഠനത്തിന്റെ ഒഴിവെടുക്കുന്ന സമയങ്ങളിലൊക്കെ പള്ളി വരികയും SMI ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഏറെ സഭയോടും പള്ളിയോടും നിൽക്കുന്ന ഒരു കുടുംബമാണ്. പ്രത്യേകിച്ച് ഈശ്വരൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിച്ചത് മരിയായിലെ ഏറ്റവും സുലഭമായിട്ടുള്ള ഓഡിക്കമ്മിന്റെ റിസപ്ഷനാണ്. തീർച്ചയായിട്ടും മരിയായി ചേർന്ന് കൃത്യമായി പ്രാർത്ഥിക്കാം. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഈ ശുശ്രൂഷയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടുത്തെ അലങ്കാരം, അതുപോലെ തന്നെ കാല ശുശ്രൂഷ, നമ്മുടെ ഓബ്സർവേഷൻ, നമ്മുടെ സാക്രിഫൈസ് ആയിട്ട് ഇന്ന് 3 പേരും ഉണ്ടായിരുന്നു. ചിലോസേട്ടൻ, ജിസിൻചേട്ടൻ, ജോസേട്ടൻ എല്ലാവരും നല്ലപോലെ ഓർക്കുന്നു. നമ്മൾക്കിങ്ങനെ റോയ്സേട്ടൻ്റെ സാന്നിധ്യത്തോടൊപ്പമുണ്ട് ക്യാമറമാൻ. അപ്പം തീർച്ചയായും എപ്പോഴും റോയ്സേട്ടൻ നമ്മുടെ ഇടവേളയിൽ ഒത്തിരി ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ നല്ലപോലെ ഓർക്കുന്നു. ഏവർക്കും നല്ലൊരു സായം ആശംസിക്കുന്നു. എല്ലാവരും നല്ലൊരാൾ അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം കുഞ്ഞിനെ ട്രെയിൻ ചെയ്തത് നമ്മുടെ ടീച്ചേഴ്സാണ്. അപ്പം അവരെ 3 പേരെയും നല്ലപോലെ ഓർക്കുന്നു. സ്വദേശി പ്രൊഫസർ ദേശി, നമുക്ക് ജോസേട്ടൻ, നമുക്ക് അഡീഷണൽ ഡിപ്പാർട്ട്മെന്റിന്റെ ചെറിയൊരു സമ്മാനം നൽകുവാനായിട്ട് ഹെയർ സ്റ്റൈലോടുകൂടി ക്ഷണിക്കുന്നു.